നമസ്കാരം, ഏവർക്കും സ്വാഗതം ഒരിക്കൽ കൂടി. കേരള മൈനോറിറ്റി വെൽഫെയർ ഡയറക്ടറേറ്റ് മൈനോറിറ്റി വിഭാഗത്തിൽപ്പെട്ട ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പ് നൽകുന്നു. ഒറ്റത്തവണ സ്കോളർഷിപ്പാണ്. ക്രിസ്ത്യൻ, മുസ്ലിം, സിഖ്, പാഴ്സി, ജൈന, ബുദ്ധ വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പിന് അർഹത. 2023-24 വർഷത്തെ റിസൾട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നത്. 10ാം ക്ലാസ്, 12ാം ക്ലാസ്, ഒപ്പം തന്നെ VHSC കോഴ്സുകൾക്ക് ഫുൾ A+ കിട്ടിയിട്ടുണ്ടാകണം. ഡിഗ്രിക്ക് ആണെങ്കിൽ 80%, അതുപോലെ തന്നെ PG ആണെങ്കിൽ 75%. ഇതാണ് മാർക്കിന്റെ അടിസ്ഥാനം. 10ാം ക്ലാസ്സുകാർക്കും +2കാർക്കും 10,000 രൂപ ഒറ്റത്തവണ സ്കോളർഷിപ്പ് കിട്ടും. ഡിഗ്രിക്കാർക്കും അതുപോലെ തന്നെ PGക്കാർക്കുമാണെങ്കിൽ 15,000 രൂപയാണ് ഒറ്റത്തവണ സ്കോളർഷിപ്പായിട്ട് ലഭിക്കുന്നത്. BPLക്കാർക്കാണ് മുൻഗണന. ഇനി BPLക്കാരുടെ അഭാവത്തിൽ APLക്കാരെയും പരിഗണിക്കുന്നതാണ്. പക്ഷേ APLക്കാർക്ക് 8 ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം വാർഷിക വരുമാനം. ആപ്ലിക്കേഷൻ പ്രോസസ്സ് എന്ന് പറയുന്ന 2 സ്റ്റേജസ് ആയിട്ട് നമുക്ക് കണക്കൂട്ടാം. ആദ്യത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഓൺലൈൻ രജിസ്ട്രേഷൻ തന്നെയാണ്. ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ വേണ്ടപ്പെട്ട രേഖകൾ കൂടി അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അതായത് സിഗ്നേച്ചർ വേണം, ഫോട്ടോഗ്രാഫ് വേണം, വേറെ ഏതെങ്കിലും സ്കോളർഷിപ്പ് ലഭിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കണം. പിന്നെ 10th മാർക്ക് ഷീറ്റ്, 10th 12th ഏതാണെന്ന് വെച്ചാൽ അതിന്റെ മാർക്ക് ഷീറ്റ് കൊടുക്കുക. ഇൻകം സർട്ടിഫിക്കറ്റ്, റേഷൻ കാർഡ്, ഇത്തരം ഡോക്യുമെന്റ്സ് ഒപ്പം അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പം ഇത് വെബ്സൈറ്റ് സന്ദർശിക്കുമ്പോൾ വെബ്സൈറ്റിൽ നോട്ടിഫിക്കേഷൻ ഒരു സെക്ഷൻ ഉണ്ട്. ആ നോട്ടിഫിക്കേഷൻ സെക്ഷനിൽ ഈ ഒരു ഡീറ്റെയിൽസ്, അതിന്റെ ഈ പർട്ടിക്കുലർ സ്കോളർഷിപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിനൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മലയാളത്തിൽ തന്നെ PDF ആയിട്ട് നമുക്ക് അതിന്റെ ഡോക്യുമെന്റ്സ് വായിച്ചെടുക്കാം. അവിടെ പറയുന്ന ഡോക്യുമെന്റ്സ് എല്ലാം കയ്യിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തി കൃത്യമായ ഫയൽ ഫോർമാറ്റും കൃത്യമായ ഫയൽ സൈസും ഒക്കെ ആക്കിയെടുത്തതിന് ശേഷം, ഡോക്യുമെന്റിന്റെ ആ ഒരു സൈസും ഫോർമാറ്റും എല്ലാം കറക്റ്റ് ആക്കിയതിനു ശേഷം ഇത്തരം ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുക. ഈ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്താൽ മാത്രമാണ് ഇതിന്റെ ഫൈനൽ പ്രിന്റ് ഔട്ട് എടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഫൈനൽ പ്രിന്റ് ഔട്ട് എടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റേജ് ആണ്. ഈ ഫൈനൽ പ്രിന്റ് ഔട്ട് വിത്ത് ഓൾ ദ ഡോക്യുമെന്റ്സ് സ്ഥാപനത്തിന് മുന്നേ പഠിച്ചിട്ടുള്ള സ്ഥാപനത്തിന്റെ മേലധികാരിക്ക് അത് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ അത് സ്കൂളാണെങ്കിൽ സ്കൂളിലെ പ്രിൻസിപ്പലോ ഹെഡ് മിസ്റ്റേഴ്സ്, ഹെഡ് മാസ്റ്ററോ അല്ലെങ്കിൽ കോളേജ് പ്രിൻസിപ്പലോ ആരാണ് എന്ന് വെച്ചാൽ അവർക്ക് സബ്മിറ്റ് ചെയ്യുക. അവർക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരത് വെരിഫൈ ചെയ്യും. അവരത് വെരിഫൈ ചെയ്തിട്ട് ഫൈനൽ അപ്രൂവൽ ഓൺലൈനായിട്ട് കൊടുക്കും. ഇങ്ങനെയാണ് ഇതിന്റെ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അപ്പം ഇത് ഈ ഒരു സ്കോളർഷിപ്പിന് വേണ്ടി അപേക്ഷിക്കേണ്ട അവസാന തീയതി ഡിസംബർ 26 അതിനുശേഷം 28-ാം തീയതിയോട് കൂടിയിട്ട് ഇതിന്റെ സ്ഥാപന മേധാവിക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ടത് 26, സ്ഥാപന മേധാവിയുടെ അടുത്തേക്ക് ഈ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ് എന്ന് പറഞ്ഞാൽ 28, ആൻഡ് ഫൈനൽ അപ്രൂവല് സ്ഥാപനത്തിന്റെ മേധാവി നൽകേണ്ടത് ഡിസംബർ 30. അപ്പം സ്ഥാപന മേധാവിക്ക് ഇതിന്റെ ഹാർഡ് കോപ്പി ആയിട്ടുള്ള പ്രിന്റ് ഔട്ട് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഡോക്യുമെന്റ്സ് കൂടി സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. കൂടെ വെക്കേണ്ട ഡോക്യുമെന്റ്സ് 1 രജിസ്ട്രേഷൻ പ്രിന്റ് ഔട്ട് ആണ്, 2 മാർക്ക് ഷീറ്റ്സ്, 3 ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കണം, സ്വന്തം പേരിലുള്ള ബാങ്ക് അക്കൗണ്ട്. അടുത്തത് ആധാർ കോപ്പി, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, ഇൻകം സർട്ടിഫിക്കറ്റ്, റേഷൻ കാർഡ്, ഇങ്ങനെയുള്ള എല്ലാ ഡോക്യുമെന്റ്സും കയ്യിലുണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയും ഡോക്യുമെന്റ്സ് ഉണ്ട്. വിദ്യാഭ്യാസ മെറിറ്റ് ബേസ്ഡ് ആണ് സെലക്ഷൻ എന്ന് പറയുന്നത്. മെറിറ്റ് ബേസ്ഡ് ആണ്, കൂടാതെ തന്നെ ജനസംഖ്യ അനുപാതത്തിലാണ്. അപ്പോൾ ഓരോ കാറ്റഗറിയിലും വരുന്ന ഒരു ജനസംഖ്യ എത്ര പേരുണ്ട് എന്ന് അടിസ്ഥാനപ്പെടുത്തി അതിനനുസൃതമായിട്ടാണ് ഈ സ്കോളർഷിപ്പ് അനുവദിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരേ നമ്പർ ഓഫ് സ്കോളർഷിപ്സ് ആയിരിക്കില്ല ലഭിക്കുക, അതിന് വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം, യോഗ്യതകളെല്ലാം ഉണ്ട്, എലിജിബിൾ ആണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഉടനെ തന്നെ എല്ലാ ഡോക്യുമെന്റ്സ് ഉറപ്പുവരുത്തുക. ഡോക്യുമെന്റ്സ് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന ലിങ്ക്, മൈനോറിറ്റി വെൽഫെയർ ഡയറക്ടറേറ്റിന്റെ സ്കോളർഷിപ്പിന് ആപ്ലിക്കേഷൻ അയക്കേണ്ട ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. ആ ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി കൂടുതൽ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മൈനോറിറ്റി വെൽഫെയർ ഡിപ്പാർട്ട്മെന്റിന്റെ ഡയറക്ടറേറ്റിന്റെ ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യുക. സോ എല്ലാവർക്കും, ആപ്ലിക്കേഷൻ അയക്കുന്ന എല്ലാവർക്കും അവരുടെ ആഗ്രഹം അനുസരിച്ച് ഒരു സ്കോളർഷിപ്പോട് കൂടിയിട്ട് അവരുടെ പഠനം തുടർന്നു കൊണ്ടുപോകാൻ, സന്തോഷകരമായിട്ട് തുടർന്നു കൊണ്ടുപോകാൻ ഉള്ള എല്ലാ സാഹചര്യവും ഒരുങ്ങട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു വെരി മച്ച്.